അഷ്കറിലേക്ക് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി തുറന്നു തന്നെ പറയുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു. UDF പ്രവേശനം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന സൂചനയാണോ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ വായിച്ചെടുക്കേണ്ടത്? അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഒരു ധാരണ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ PV അൻവർ അറസ്റ്റിന് തൊട്ട് മുമ്പായി തന്നെ PV അൻവർ UDFിലെ ചില നേതാക്കളുമായി ഫോൺ മുഖാന്തരം സംഭാഷണം നടത്തിയെന്നുള്ള കാര്യം ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ വിഷയത്തിൽ PV അൻവറിന്റെ വിഷയത്തിൽ ഒരു അനൗദ്യോഗിക ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നേതാക്കൾ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്. അതിൻ്റെ ഭാഗമായി നേതാക്കൾക്ക് തന്നെ പരസ്പരം ചർച്ച നടത്തി. അതിൽ ഏറ്റവും നിർണായകമായത് VD സതീഷിൻ്റെയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, K സുധാകരൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ തന്നെയാണ്. ആ സംഭാഷണത്തിനൊടുവിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ PV അൻവറിൻ്റെ UDFിലേക്കുള്ള പ്രവേശനത്തിൽ പലപ്പോഴും തടസ്സം പറഞ്ഞിരുന്നത് VD സതീഷിനായിരുന്നു. അതുകൊണ്ട് തന്നെ VD സതീഷിൻ്റെ നിലപാട് ഇന്ന് നിർണായകമാവുകയും ചെയ്തു. VD സതീശൻ കൂടി അനുകൂലമായ നിലപാടെടുത്തതോടെ ഇല്ലെങ്കിൽ അത്തരത്തിൽ സമരസപ്പെട്ടതോടെ UDFിലേക്കുള്ള PV അൻവറിന്റെ വാതിൽ തുറന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇന്നലെ നമ്മൾ ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന ആ അറസ്റ്റ് രാഷ്ട്രീയമായി മാറി എന്നതിനോടൊപ്പം തന്നെ അറസ്റ്റ് PV അൻവറിന്റെ UDF പ്രവേശനത്തിലേക്കുള്ള വാതിലായി മാറിയോ, വഴി തുറന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയായിരുന്നു PV അൻവർ UDF ക്യാമ്പിലേക്ക് ചേക്കേറുമെന്നുള്ളത്. ആ ചേക്കേറും അതിന് ചില സമയം അല്ലെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ഇന്നലത്തെ PV അൻവറിന്റെ അറസ്റ്റോടുകൂടി അതിന് വേഗത പ്രാപിച്ചിരിക്കുന്നു. PV അൻവറിന്റെ അറസ്റ്റ് UDFിന്റെ പ്രവേശനമായി അതിലേക്കുള്ള കവാടമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് അതിൻ്റെ ഉത്തരം. കാരണം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളെ പരസ്യമായി തന്നെ കാര്യം ഇന്ന് സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം അനൗദ്യോഗികമായി അനൗപചാരികമായി ചർച്ചകൾ നടന്നിട്ടുണ്ട്. നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട്. മാത്രമല്ല വരുന്ന മുന്നണി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും, അതിനുള്ള സാധ്യത കൂടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDF ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം, അതിൽ നയപരമായ ഒരു തീരുമാനം UDF എടുക്കും എന്നുള്ള കാര്യം അടക്കം ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറയുണ്ടായി. അഥവാ നേരത്തെ തന്നെ നടത്തിയ ചർച്ചകൾ നമ്മൾ പുറത്തുവിട്ട വാർത്തകളൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ PV അൻവർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ UDFിലേക്കുള്ള കവാടം കൂടി തുറക്കപ്പെടുകയാണ്. ജയിലിന്റെ വാതിൽ തുറക്കുന്നത് UDFിലേക്കുള്ള പ്രവേശനത്തിനു കൂടിയുള്ള വാതിലായി മാറുകയാണ്. ഏറ്റവും നിർണായകമായ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് റിപ്പോർട്ടർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.